പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. മയക്കുമരുന്നുകൾ നമുക്ക് ചുറ്റും പല രൂപത്തിലെത്തുന്നു. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. സ്ട്രോബെറി മിഠായി. ഈ കഥ കേൾക്കൂ. ഏയ് റിയ, വേഗം നടന്നു വരൂ. വഴിയിൽ കാണുന്നവരോട് കിന്നാരം പറയാതെ വീടെത്തണം. സോയ വിളിച്ചുകൂവി. ഇരട്ടകളായ റിയയും സോയയും നഗരത്തിലെ പ്രധാന വിദ്യാലയത്തിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ്. ഇരട്ടകളാണെങ്കിലും സ്വഭാവത്തിൽ യാതൊരു ചേർച്ചയുമില്ല. സോയ സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയാൽ നേരെ ഓടി വീട്ടിലെത്തും. റിയ വഴിയിൽ കാണുന്ന കല്ലിനോടും പുല്ലിനോടും മയിൽക്കുറ്റിയോടും വരെ കിന്നാരം ചൊല്ലി നടന്ന് വീട്ടിലെത്തുമ്പോഴേക്കും സോയ വസ്ത്രം മാറി ചായ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഒരു ദിവസം അവർ നടന്നു വരുമ്പോൾ വഴിയിൽ അവരുടെ സ്കൂളിൽ നിന്ന് പഠിച്ചുപോയ പെൺകുട്ടിയെ കണ്ടു. ഡ്രൈനി. റിയ, സോയ നിൽക്കൂ, എൻ്റെ റിസൾട്ട് വന്നു, റാങ്ക് ഉണ്ട്, നിങ്ങൾക്ക് മിഠായി തരാൻ നിന്നതാണ്. താങ്ക് യു ചേച്ചി. റിയ മിഠായി ചാടി വാങ്ങി. നോ താങ്ക്സ് എന്ന് പറഞ്ഞ് സോയ നടന്നു നീങ്ങി. സോയ മോളെ, ഇത് പപ്പ ഫോറിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇവിടെ എങ്ങും കിട്ടാത്ത തരം പ്രത്യേക മിഠായി. നാവിലിട്ടാൽ അലിഞ്ഞു പോകും, ചെറിയൊരു തരിപ്പുണ്ടെന്ന് മാത്രം എന്ന് പറഞ്ഞ് ഡ്രെയിനി സോയയുടെ കയ്യിൽ ഒരു പിടി മിഠായി ഏൽപ്പിച്ചു. പിറ്റേ ദിവസം വൈകുന്നേരം അവരെ കാത്ത് ഡ്രെയിനി നിൽപ്പുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെ, മിഠായി എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറല്ലേ? അതെ ചേച്ചി, കുറച്ചെണ്ണം കൂടി തരുമോ? സോയയാണ് ചോദിച്ചത്. ഡ്രെയിനിക്ക് സന്തോഷമായി. ഇന്നുകൂടി മിഠായി തരാം, ഇനി വേണമെങ്കിൽ പൈസ കൊണ്ടു തരണം. കുട്ടികൾ സമ്മതിച്ചു. അടുത്ത ദിവസം അവർ പണവുമായിട്ടാണ് വന്നത്. ഈ സ്പെഷ്യൽ സ്ട്രോബെറി മിഠായി ഒരെണ്ണത്തിന് 100 രൂപ വില വരും. എത്രയെണ്ണം വേണം നിങ്ങൾക്ക്? ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കുറച്ചു പൈസയേ ഉള്ളൂ. മിഠായിയുമായി ചേച്ചി വീട്ടിലേക്ക് വരികയാണെങ്കിൽ നോക്കാം, റിയ പറഞ്ഞു. താൻ ഉദ്ദേശിച്ച കാര്യം നടന്നു എന്ന് ഡ്രൈനിക്ക് മനസ്സിലായി. കൊള്ളാം, കാശുള്ള വീട്ടിലെ കുഞ്ഞുങ്ങൾ വഴി മിഠായി കച്ചവടം ചെയ്താൽ എളുപ്പം കാര്യം നടക്കും. തന്നെത്താൻ പറഞ്ഞുകൊണ്ട് അവൾ നടന്നു. നേരം സന്ധ്യ കഴിഞ്ഞപ്പോൾ ഡ്രെയിനി കുട്ടികൾക്ക് മാത്രം മനസ്സിലാവുന്ന തരത്തിൽ ശബ്ദം പുറപ്പെടുവിച്ചു. കുഞ്ഞുങ്ങൾ ഇരുവരും ഒരുമിച്ച് ഡ്രെയിനി ചേച്ചി വന്നേ എന്ന് പറഞ്ഞ് പുറകിലത്തെ വാതിൽ വഴി ഇറങ്ങി ഓടി. ചേച്ചി, ഞങ്ങൾ പറഞ്ഞ സാധനം കൊണ്ടുവന്നോ? പിന്നില്ലാതെ, നിങ്ങൾക്കുള്ള സാധനം ഞാൻ തരാം. പൈസ എവിടെ? വേഗം താ. അടുക്കളയുടെ പുറകിലെ ഇരുട്ടിൽ കുട്ടികൾ പണപ്പൊതി കൈമാറി. പകരം ഒരു പെട്ടി സ്ട്രോബെറി മിഠായി ഡ്രെയിനി അവർക്ക് നൽകി. താങ്ക് യു ചേച്ചി. എൻ്റെ കൂട്ടുകാർക്ക് ഇനിയും മിഠായി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെ വന്നാൽ കിട്ടും? അതൊക്കെ രഹസ്യമാണ്. നിങ്ങൾ എന്നെ കണ്ടാൽ മതി, ഞാൻ എത്തിച്ചു തരാം. എത്ര വേണമെങ്കിലും തരാം. പെട്ടെന്ന് ലൈറ്റുകൾ തെളിഞ്ഞു. കുഞ്ഞുങ്ങളുടെ കയ്യിലെ പെട്ടി തട്ടിപ്പറിച്ച് ഓടാനായി ഡ്രെയിനി ശ്രമിച്ചു. റിയയുടെയും സോയയുടെയും അച്ഛനമ്മമാർ, ഡ്രൈനിയുടെ കോളേജിലെ സാറും അവളുടെ മാതാപിതാക്കളും അമ്മാവനും. ഡ്രെയിനി ഞെട്ടിപ്പോയി. കൊള്ളാം, അപ്പോൾ കോളേജിൽ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഇതാണല്ലേ നിന്റെ പണി? അയ്യോ അമ്മേ, അത് ഞാൻ വെറുതെ. അല്ല, നിങ്ങളെന്താ ഇവിടെ? ഡ്രെയിനി മോൾ വിഷയം മാറ്റാൻ ശ്രമിച്ചു. മക്കൾ തോന്നിവാസം ചെയ്താൽ ഞങ്ങൾക്ക് വരാതെ പറ്റില്ലല്ലോ. നീ ചെയ്തതിൻ്റെ ഗൗരവം മനസ്സിലാവുന്നില്ല അല്ലേ? ജാമ്യം കിട്ടാത്ത വകുപ്പാണ്. തൊണ്ടി സഹിതം അകത്തായാൽ പിന്നെ പുറം ലോകം കാണാൻ കുറച്ച് താമസം പിടിക്കും. അമ്മാവൻ്റെ ശബ്ദത്തിൽ ദേഷ്യത്തോടൊപ്പം ആദിയുമുണ്ടായിരുന്നു. നിനക്കിതാരാ തന്നേ? എവിടുന്ന് കിട്ടി? മറ്റു വിവരങ്ങൾ പറയണം. ഞങ്ങൾ പോലീസിന് പിടിച്ചു കൊടുക്കില്ല. സത്യം പറ, സോയയുടെ അച്ഛൻ പറഞ്ഞു. അടുത്ത ദിവസം പത്രങ്ങളിലും ചാനലുകളിലും പ്രധാന വാർത്ത ഇതായിരുന്നു: വൻ മയക്കുമരുന്ന് സംഘം പിടിയിൽ. നഗരത്തിലെ ഒളിസങ്കേതത്തിൽ നിന്ന് മിഠായിയുടെയും ഐസ്ക്രീമിൻ്റെയും രൂപത്തിലുള്ള കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന അതിമാരകമായ മയക്കുമരുന്നുകൾ കണ്ടെടുത്തു. കുട്ടികൾക്ക് ഏറെ പ്രിയങ്കരമായ മിഠായികൾ, ഐസ്ക്രീം എന്നിവയിൽ കലർത്തി വിൽക്കുന്ന മാരകമായ മയക്കുമരുന്നാണ് കണ്ടെടുക്കാൻ കഴിഞ്ഞത്. സ്ട്രോബെറി മൗത്ത് എന്ന പേരിൽ സ്ട്രോബെറിയുടെ രുചിയിൽ വിൽക്കുന്ന ഈ മാരക വസ്തു ചോക്ലേറ്റ്, പീനട്ട് ബട്ടർ, കോള, ചെറി, മുന്തിരി, ഓറഞ്ച് എന്നിവയിൽ ലഭ്യമാണ്. വിദേശ ബന്ധമുള്ള വൻ മാഫിയയുടെ ദല്ലാലുകളാണ് പിടിയിലായത്. സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു.
അപരിചിതരിൽ നിന്ന് മിഠായികൾ ഉൾപ്പെടെ ഒരു വസ്തുവും സ്വീകരിക്കരുത്. സംശയാസ്പദമായ രീതിയിൽ ആരെ കണ്ടാലും അധികാരികളെ അറിയിക്കുക. പരിചിതമല്ലാത്ത ഭക്ഷണ വസ്തുക്കളും പാനീയങ്ങളും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. വരും ദിവസങ്ങളിൽ സ്കൂളുകളിലും കോളേജുകളിലും ബോധവൽക്കരണം നടത്തുന്നതാണ്. കമ്മീഷണർ പറഞ്ഞു നിർത്തിയപ്പോൾ ഡ്രൈനി ഭയത്തോടെ അമ്മയെ ചേർത്തു പിടിച്ചു.